കോടികൾ ഫോളോവേഴ്സ് ഉണ്ടാക്കിയപ്പോൾ അവരുടെ കഴുത്തിന് പിടിച്ച് പൂട്ടിട്ട് ഇല്ലാതാക്കാൻ നോക്കിയ മോദിയെ പക്ഷെ വെറും ഒരു +2 വിദ്യാർത്ഥിയായ കൗമാരക്കാരൻ വിറപ്പിച്ചതാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തനിക്ക് തോന്നിയത് ചെയ്തു കൂട്ടുമ്പോൾ വിദ്യാർത്ഥികളുടെ പരീക്ഷകളിൽ സംഭവിക്കുന്ന ക്രമക്കേട് വികസിത ഭാരതത്തിന്റേതല്ല. ഡബിൾ എഞ്ചിനുമായി BJP എന്ന ഏകാധിപത്യ രൂപത്തിൽ ഇന്ത്യയിൽ കൊടികുത്തി വാഴാൻ തുടങ്ങിയോ അന്നു തൊട്ട് യുവാക്കൾ തെരുവിലാണ്, വലിയ വലിയ ക്യൂവിലാണ്. അവിടെയാണ് 12ാം ക്ലാസ്സുകാരൻ CBSEയിൽ കളിച്ച ആ വലിയ കളികളൊക്കെ കയ്യോടെ പൊക്കി മോദിയെയും കേന്ദ്ര ഭരണകൂടത്തെയും ഒന്നടങ്കം വിറപ്പിച്ചത്. കോടികളുടെ പരീക്ഷ അഴിമതിയാണ് സാർത്ഥക് സിദ്ധാന്ത് എന്ന ഈ ജാർഖണ്ഡ് സ്വദേശിയായ കൗമാരക്കാരൻ തന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിലിരുന്ന് ഒറ്റയ്ക്ക് പോരാടി പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് ആ പോരാട്ടം ഇന്ത്യൻ പാർലമെന്റിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയുമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിയ CBSEയുടെ ഓൺലൈൻ ഡിജിറ്റൽ മൂല്യനിർണ്ണയ രീതിയായ ഓൺ സ്ക്രീൻ മാർക്കിംഗ് അഥവാ OSM സമ്പ്രദായത്തിലെ വൻ ക്രമക്കേടുകളാണ് ഈ +2 വിദ്യാർത്ഥി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന COMT EduTech എന്ന വിവാദ കമ്പനിക്ക് ഈ ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിന്റെ ടെൻഡർ ലഭിച്ചതിന് പിന്നിലെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് സാർത്ഥക് കണ്ടെത്തിയത്. തന്റെ 12ാം ക്ലാസ് പരീക്ഷാഫലം വന്നപ്പോൾ ചില പേപ്പറുകളിൽ വിചാരിച്ചതിലും വളരെ കുറഞ്ഞ മാർക്ക് ലഭിക്കുകയും രാജ്യത്താകമാനം പൊതുവെ വിജയശതമാനം ഗണ്യമായി കുറഞ്ഞതുമാണ് സാർത്ഥക്കിനെ ഈ അന്വേഷണത്തിലേക്ക് ഇറക്കിവിട്ടത്. മാർക്ക് പുനഃപരിശോധിക്കാനായി ഡിജിറ്റൽ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട ഈ വിദ്യാർത്ഥി ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടെത്തിയത്. CBSE നൽകിയ സ്കാൻ ചെയ്ത കോപ്പികൾ ഒട്ടും വ്യക്തമല്ലാതെ ആയിരുന്നു എന്നു മാത്രമല്ല, ചില പേജുകൾ അതിൽ അപ്രത്യക്ഷവുമായിരുന്നു. അതിലും ഭീകരം, ചില ഉത്തരങ്ങൾ നോക്കുക പോലും ചെയ്യാതെയാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. ഈ വലിയ പിഴവിന് പിന്നിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇതിന് പിന്നിൽ നടന്ന വമ്പൻ സ്രാവുകളുടെ കളികൾ അവന് ബോധ്യപ്പെട്ടത്. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ട്മെന്റ് പോർട്ടലിലെ CBSE ടെൻഡർ രേഖകൾ ദിവസങ്ങളോളം ഇരുന്ന് പരിശോധിക്കുകയും ചെയ്തു. ആ കഠിനാധ്വാനത്തിനൊടുവിലാണ് COMT EduTech പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കരാർ ലഭിക്കുന്നതിനായി CBSE 3 ഘട്ടങ്ങളിലായി ടെൻഡർ വ്യവസ്ഥകളിൽ ബോധപൂർവം മാറ്റം വരുത്തിയെന്ന സത്യം പുറത്തു വരുന്നത്. മുമ്പ് ഗുരുതരമായ വീഴ്ചകളുടെ പേരിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു COMT. അങ്ങനെ ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി CBSE തങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ വലിയ ഇളവുകൾ വരുത്തുകയായിരുന്നു. പഴയ ടെൻഡറിൽ മുൻപ് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനികൾക്ക് യോഗ്യതയില്ല എന്നായിരുന്നു കർശനമായ നിബന്ധന എങ്കിൽ പുതിയ രേഖയിൽ അത് നിലവിൽ കരിമ്പട്ടികയിൽ ഉള്ളവർക്ക് മാത്രം വിലക്ക് എന്ന് തിരുത്തി എഴുതി. മുൻപ് കരിമ്പട്ടികയിൽപ്പെട്ടിട്ടുള്ള COMT കമ്പനികൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ തരം താണ തിരുത്തൽ നാടകം നടത്തിയത്. അതോടൊപ്പം കമ്പനിയുടെ വിറ്റുവരവ് പരിധി നിശ്ചയിച്ചതിലും അട്ടിമറി നടന്നു. ടെൻഡറിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്ന 50 കോടി രൂപയുടെ വിറ്റുവരവ് പരിധി കൃത്യമായി COMT കമ്പനി അനുകൂലമാക്കുന്ന രീതിയിലാണ് കേന്ദ്രത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് ഒത്തുതീർപ്പാക്കിയത്. രാജ്യം ഭരിക്കുന്ന ഏകാധിപത്യത്തെ പോലെയുള്ള ഭരണകൂടം തങ്ങളുടെ വിനീത വിധേയർക്ക് കരാറുകൾ വെച്ചു വിളമ്പുമ്പോൾ രാജ്യത്തെ പ്രമുഖ IT ഭീമനായ TCS പോലുള്ള വൻകിട കമ്പനികളെയാണ് ഇവർ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിവാക്കി കളഞ്ഞതും. TCS ഉൾപ്പെടെയുള്ള വമ്പന്മാരെ പുറത്താക്കിയ ശേഷമാണ് കൃത്യമായി COMTലേക്ക് കോടികളുടെ ഈ കരാറ് എത്തിച്ചതും. ഒരു വലിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം സ്വന്തം നിയമപുസ്തകം തിരുത്തി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് പന്താടിയത് എന്ന് സാർത്ഥക് സിദ്ധാന്ത് തന്റെ ബ്ലോഗിലൂടെ ഉറപ്പിച്ചു പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചിലേക്ക് തന്നെ വന്നു തറയ്ക്കുകയായിരുന്നു. COMT EduTechന് സഹായിക്കാൻ CBSE നിയമങ്ങൾ തിരുത്തിയത് എങ്ങനെ എന്ന തലക്കെട്ടിൽ അവൻ എഴുതിയ ബ്ലോഗ് ഇന്ന് രാജ്യത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി നിരവധി പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടും കഴിഞ്ഞു. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് CBSEയും കേന്ദ്രവും വിദ്യാർത്ഥികളെ ഇരുട്ടത്ത് നിർത്തുന്നത് എന്ന ചോദ്യവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലായ CBSEക്ക് തങ്ങളുടെ ടെൻഡർ നടപടികളെ ന്യായീകരിച്ച് പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരികയുമാണ് ചെയ്തത്. എന്നാൽ ഭരണകൂടത്തിന്റെ ഈ ന്യായീകരണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സാർത്ഥക് സിദ്ധാന്ത് തന്റെ കണ്ടെത്തലുകൾ വിദ്യാഭ്യാസ, വനിത, ശിശു, യുവജന, കായിക കാര്യങ്ങൾക്കായിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിലേക്ക് നേരിട്ട് സമർപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് MP ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിലാണ് ഈ 12ാം ക്ലാസ്സുകാരൻ കേന്ദ്ര ഏജൻസിയുടെ പകൽക്കൊള്ളയുടെ ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയത്.
ഒരു വശത്ത് യുവാക്കൾ തൊഴിലിനും നീതിക്കും വേണ്ടി തെരുവിൽ അലയുമ്പോൾ മറുവശത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മൂക്കിന് താഴെ കോടികളുടെ അഴിമതി നടത്താൻ കൂട്ടുനിൽക്കുന്ന മോദി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഈ കൗമാരക്കാരൻ രാജ്യത്തിന് മുമ്പിൽ തുറന്നങ്ങനെ വെച്ചത്.